ഡൈറ്റീസ് അല്ലേ അവരെ ക്ലിയർ ചെയ്യാന്നുള്ളത്. അപ്പം അതായത് നമ്മൾ കൂടോത്രം പോലെ അല്ലേ ബാധാദോഷങ്ങൾ അതൊക്കെ മാറ്റുന്നതൊക്കെ ഈ ആക്സസ് ബാർ വഴി മാം ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ എങ്ങനെയാണ്? അത് ഞാനൊരു ടെസ്റ്റ് മോണിലൊക്കെ അന്ന് കണ്ടില്ലേ, ഒരമ്മ, പ്രായമുള്ളൊരമ്മ, അവരിങ്ങനെ കാണുകയാണ് എന്തൊക്കെയോ ദുഷ്ട ശക്തികൾ വന്നിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു. അത് നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ സയൻസിൽ ഇത് പറയുകയാണെങ്കിൽ അത് ഡെലൂഷൻ, ഹാലുസിനേഷൻ എന്നുള്ളൊരു കുറച്ച് പ്രായമുള്ളവർക്ക് വരുന്നതാണ് എന്നുള്ള ഇതിലൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷേ അതിന് ഞാൻ ക്ലിയറിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്തത്, ഡിസ്റ്റൻ്റായിട്ട് ചെയ്തത്. കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറി, അവർ നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങി. എത്രയോ നാളായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരുന്നൊരു പ്രശ്നമാണ്. ഇതിലേക്കെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അറിയാതെ അങ്ങ് വരികയായിരുന്നു, അല്ലാതെ അത് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. അപ്പം കുറേ പേരിങ്ങനെ തന്നെ വിളിച്ചിങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്നിട്ട് ഡിസ്റ്റൻ്റായിട്ട് ചെയ്യും, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നു. നമ്മുടെ ഉള്ളിലുള്ളൊരു ട്രോമയും കൂടെയാണ് മാറിയത്. ചിലപ്പോൾ നമ്മൾ ഈ NLP ചെയ്ത് തന്നെ പെട്ടെന്ന് ഇതങ്ങ് മാറ്റാൻ പറ്റും. ഇപ്പോൾ പാമ്പിനെ പേടിയെന്ന് പറഞ്ഞ ഒരാൾ പാമ്പിൻ്റെ പടം കണ്ടാൽ കൂടെ അയ്യോ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഉണ്ട്. അത് നമ്മൾ ഈ തെറാപ്പി ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അതങ്ങ് മാറും, ഈ ഒരു തെറാപ്പി കൊണ്ട് തന്നെ അങ്ങ് മാറും. പക്ഷേ ചിലർക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് ട്രോമയോ അല്ലെങ്കിൽ ഈ ലൈഫിലുള്ള ട്രോമയുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പം ഇതുകൊണ്ടങ്ങ് മാറും. പക്ഷേ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റിഗ്രഷനും കൂടെ ചെയ്യും, എന്നിട്ടത് മാറ്റും. ഇതിപ്പം ഇപ്പോൾ പറഞ്ഞില്ലേ അച്ഛനൊരു മാറ്റം വന്നു, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മാറിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുണ്ടല്ലോ, ഉള്ളിൽ കുറേ ഇങ്ങനത്തെ ഒരു സൈക്കിക് കഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറി, അതിൻ്റെ റൂട്ടോടെ അതങ്ങ് മാറി. അപ്പോൾ അത് മാറിയത് കൊണ്ടാണ് അത് റിലീസായത്, കംപ്ലീറ്റ് ആൻഡ് റിലാക്സ് ആയത്. അപ്പോൾ ആ ട്രോമയും കൂടെ മാറി, കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചിലർ പറയും ഇപ്പോൾ മൈഗ്രെയിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സിമയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഒറ്റ പ്രാവശ്യം കൊണ്ട് കംപ്ലീറ്റ് ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു 90% ചേഞ്ച്. മൈഗ്രെയിൻ പിന്നെ വന്നിട്ടേ ഇല്ലാത്ത അങ്ങനെ ചേഞ്ച് വരാറുണ്ട്. പക്ഷേ ചിലർക്ക് 2 or 3 സെഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു സെഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് അത് ചിലപ്പോൾ 1ാമത്തെ സെഷൻ കഴിയുമ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ അവർക്ക് ഇനിയും കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു റിലീഫുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു മരത്തിൻ്റെ വേരെന്ന് പറയുന്നത് ചിലപ്പോൾ നേരെ പോകുന്നൊരു വേരായിരിക്കും, നമ്മളിങ്ങനെ പറിച്ച ആ വേരോടെ വരും. പക്ഷേ ചിലപ്പം ഇങ്ങനെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെട്ടുമണഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതപ്പോൾ നമ്മൾ പറിക്കുമ്പോൾ കുറച്ച് വേരുകൾ വരും, ബാക്കിയൊക്കെ ഇങ്ങനെ ഇതായി പോകത്തില്ലേ. അതേപോലെ തന്നെ ഈ എല്ലാ വേരുകളും പറിച്ച് കളയേണ്ടി വരും കംപ്ലീറ്റായ ഒരു ക്യൂർ വേണമെങ്കിൽ. ചിലപ്പോൾ 6 months കഴിഞ്ഞിട്ട് പിന്നെയും വരാം, അങ്ങനെ ഉണ്ടാവാം. അത് ഈ തെറാപ്പിയുടെ കുറ്റമല്ല, അവരുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റമല്ല. അത് ഓരോ ആൾക്കാർക്കും ഈ ശാരീരിക അസുഖങ്ങൾ എങ്ങനെ വ്യത്യാസമാണോ അതേപോലെ തന്നെയാണ് ഈ മാനസിക പ്രശ്നങ്ങളും ഈ സബ് കോൺഷ്യസിലുള്ള പ്രശ്നങ്ങളും ട്രോമാസും എല്ലാം അങ്ങനെയാണ്. എല്ലാ വ്യക്തികൾക്കും ഇതുപോലെ നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള പല ട്രോമാസ് അല്ലെങ്കിൽ ഒരുപാട് ഈ പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ബ്ലോക്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ഒരു ലെവലിലേക്ക്, സബ് കോൺഷ്യസ് ലെവലിലേക്ക് പോയി നമുക്കത് വേരോടെ പിഴുതെറിഞ്ഞാൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. പക്ഷെ മാം പറഞ്ഞ പോലെ തന്നെ ചിലപ്പം മെയിൻ റൂട്ടിൻ്റെ കൂടെ ഉള്ള സബ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ സബ് റൂട്ട്സും എല്ലാം നമുക്ക് ചിലപ്പം റിമൂവ് ചെയ്യാൻ, ചിലപ്പോൾ 6 മാസത്തിന് ശേഷം വീണ്ടും ഹീലിംഗ് വന്നേക്കാം. ചിലർ ഒറ്റ ദിവസം കൊണ്ട് ഹീലാവുന്നവരുണ്ട്, ചിലർ പ്രാവശ്യം. അത് മിക്കവാറും അത് ചെറിയ പിള്ളേർക്കൊക്കെയാണ്, ഒരു 15 അല്ലെങ്കിൽ 25 വയസ്സൊക്കെ ആ ഒരു ഏജിലൊക്കെയുള്ള പിള്ളേർക്ക് നമ്മൾ ചെയ്ത് പെട്ടെന്ന് കംപ്ലീറ്റ് ആയി അവർ കംപ്ലീറ്റ്ലി അങ്ങ് മാറും. കംപ്ലീറ്റ്ലി അവരുടെ ലൈഫ് തന്നെ മാറും, അവരുടെ പഠിത്തമായാലും ജോലിയായാലും. പിന്നെ പിറ്റേ ദിവസം തൊട്ട് തന്നെ അവർ ചിലപ്പം അത്രയും നാൾ അവർക്ക് കിട്ടാതിരുന്ന ഒരു ഇൻ്റർവ്യൂ കിട്ടും, പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കും, അങ്ങനെയൊക്കെ. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ചേഞ്ച് ആയി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. എപ്പോഴും മനസ്സിന്റെ കടിഞ്ഞാണ് നമ്മൾ കൈവിട്ട് പോകുമ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എങ്ങനെ നന്നാക്കി വെക്കുന്നു, അതാണ് നമ്മുടെ യജമാനൻ. വെക്കുന്നോ അതനുസരിച്ച് നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ആവും, ഏത് മേഖലയിലായാലും അങ്ങനെ തന്നെ. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം ഈ ഇത്രയും വീഡിയോസ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഹീലിങ്സിനെ പറ്റിയല്ലേ സംസാരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒത്തിരിയും സൈക്കോളജിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് ഉണ്ട്. പക്ഷെ അവരൊക്കെ പലപ്പോഴും പ്രശ്നം കേട്ടിട്ടൊരു മെഡിസിൻ തരും, ഒരു ആൻറ്റി ഡിപ്രസൻ്റ് തരും, അല്ല പലതരത്തിലുള്ള ഇപ്പോൾ ഒരുപാട് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കൊടുത്താൽ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു സംഭവമേ അത് കാണുന്നുള്ളൂ. അതായത് ആ ഒരു വികാരങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വീണ്ടും വെച്ചിട്ട് അത് പിന്നെ എപ്പോഴെങ്കിലും ബേസ്റ്റ് ഔട്ട് ആവുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിനേക്കാളും ഇങ്ങനത്തെ ഒരു ഹീലിംഗ് ആണെങ്കിൽ ഒരു മെഡിസിനും ഇല്ലാതെ തന്നെ പൂർണ്ണമായിട്ടും പുറത്ത് വരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു മിറക്കിളാണ്. അതെ അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഗുണമാണ്, സൈഡ് എഫക്റ്റും ഇല്ല. അതെ അതെ,
എല്ലാ ട്രീറ്റ്മെൻറ്റിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, ഗുണങ്ങളുമുണ്ട്, ഡ്രോബാക്സും ഉണ്ട്. അപ്പോൾ ഈ സൈക്കോളജി സൈക്യാട്രി എന്ന് പറയുന്നത് ഒരു മെഡിസിൻ ശാഖയാണല്ലോ. അവരുടേതായ പ്രോട്ടോക്കോളിൽ നിന്നിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇത് വേറൊരു ടൂളാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് വെച്ച് നമുക്ക് മാക്സിമം ഏറ്റവും എന്താ പറയുക പെർഫെക്റ്റ് ആക്കാൻ പറ്റും ഒരു ഹീലിംഗ്. OCD ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചില ആൾക്കാർക്ക്, ഞാനിത് എൻ്റെ എക്സ്പീരിയൻസ്, ചില ആൾക്കാർക്ക് OCD ചിലർ പറയും പാരമ്പര്യമായിട്ട്, പക്ഷേ ചില ആൾക്കാർക്ക് കുറേ നാൾ ഒരു പ്രശ്നമില്ലാതെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ചിലപ്പം പാരമ്പര്യമാവാം. പക്ഷെ എന്നാലും അതിലൊരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു എലിമെൻറ്റും കൂടെ ഉണ്ട്. ആ ഒരു ട്രോമ നമ്മളൊരു റിഗ്രഷൻ ചെയ്യുമ്പോൾ ആ ട്രോമ ഹീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായ ഒരു ചേഞ്ച് വരും അവരുടെ ലൈഫിൽ. പല OCD എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇപ്പം കൈ കഴുകണം, പിന്നെയും കൈ കഴുകണം, ചിലർക്ക് ഒരു കാര്യം ചെയ്താൽ വീണ്ടും പെർഫെക്റ്റ് ആയില്ല. അങ്ങനെ ഡിഫറെൻറ്റ് ഫീൽഡിൽ പല ഇതുണ്ട്. അപ്പോൾ ഓരോന്നും എടുത്തിട്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓവർ പെർഫെക്ഷൻ അതൊക്കെ വളരെ മൈനറാണ് കേട്ടോ, മൈനർ ഇതാണ്. പക്ഷെ ഇതിനെക്കാട്ടിലും വലിയ സീരിയസ് ആയ കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അവരുടെ ഈ സെക്ഷുവൽ ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും വൈഫിൻ്റെ കൂടെ ഉള്ളായാലും ഇൻറ്റിമേറ്റ് ഉള്ള ആൾക്കാരുടെ കൂടെയൊക്കെ അവരൊക്കെ നല്ലോണം സഹിക്കുന്നുണ്ടാവും, അനുഭവിക്കുന്നുണ്ട്. OCD അങ്ങനത്തെ ഒരു ഇതാണ്. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ റൂട്ട് കോസ് ക്ലിയർ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റും. OCD കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്കത് OCD പോലെ തന്നെ ഇതേപോലെ തന്നെയാണ് ചിലർക്ക്. ഞാൻ ഇനിയിപ്പോൾ ഒരു പ്രായമായില്ലേ, ഇനി ഞാൻ ഒരുങ്ങി നടക്കേണ്ട ആവശ്യം എന്താണ്, ഇനി ഇങ്ങനെയൊക്കെ മതി, അല്ലെ വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കാതിരിക്കുക, ഒരുങ്ങി ഒരു സ്ഥലത്ത് ഒരു അത്യാവശ്യം വൃത്തിയായിട്ട് പോകാതിരിക്കുക, വീടെല്ലാം അലങ്കോലമായിട്ട് ഇടുക. എക്സ്ട്രീം കേസുകളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ഓവർ വൃത്തിയുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ഒന്നും അടുക്കി പെറുക്കി വെക്കാതെ അങ്ങനെയൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി, ഇനി ആരെ കാണിക്കാനാ, ഒരു പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുണ്ട്. അതിന് നമ്മൾ അത് നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം കൂടെയാണ്. എന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ ഇങ്ങനെ ഇപ്പം ഈ പണ്ടൊക്കെ ഒരു 10-18 വയസ്സ് വരെയൊക്കെ നീ പഠിച്ചാൽ മതി, പിന്നെ നിനക്ക് കല്യാണം, അപ്പം നീ സൗന്ദര്യം നോക്ക് എന്നൊക്കെയുള്ള രീതിയിൽ ചെറുപ്പത്തിൽ പഠിപ്പിക്കും. അതേപോലത്തെ ഒരു ഇതുണ്ട്. ഒരു 19 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 50ഒക്കെ ഇപ്പോഴാണ്, പണ്ട് 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് ഒന്നുമില്ല, അവർ ഒരുങ്ങത്തില്ല, അവരുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി പോയി കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സന്യാസ ജീവിതം, ആ ഒരു അതിലേക്കാണല്ലോ പോകുന്നത്. അതൊരു ബിലീഫ് സിസ്റ്റമാണ്. ആ ഒരു ബിലീഫ് മാറ്റിയാൽ തന്നെ പെട്ടെന്ന് അത് മാറും. പിന്നെ ഉള്ളത് ഇത് ഡിപ്രഷൻ്റെ ചില കേസസിലും ഇങ്ങനെ വരാം, അവർ വിഡ്രോ ആവുന്ന ഒരു ഇത് വരാം. അത് നമ്മൾ അവരോട് സംസാരിച്ചിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത്. എന്നാലും നമ്മളൊരു ഹിപ്നോട്ടിക് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അതിൽ നമുക്ക് ഈ കൗൺസിലിംഗ് സാധാരണ നമ്മൾ കോൺഷ്യസ് മൈൻഡിനോട് സംസാരിക്കുക. കോൺഷ്യസ് മൈൻഡിനോട് സംസാരിക്കുമ്പം നമുക്കൊരു റീസൺ, നമുക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു എത്രയാണ് അവരെ ഉള്ളിലേക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് വളരെ കുറവാണ്. അത് റിപ്പീറ്റഡായിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം, ഒരു തിങ്കിങ്ങോ മാറ്റണമെങ്കിൽ റിപ്പീറ്റായിട്ട് ചെയ്യേണ്ടി വരും. ഈ സെയിം കാര്യം നമ്മൾ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ആ സബ് കോൺഷ്യസിലേക്ക് കൊടുക്കുകയാണ്. സബ് കോൺഷ്യസ് മൈൻഡാണല്ലോ എല്ലാത്തിനും, ആ ബിലീഫ് കിടക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ ബിലീഫിനെ മാറ്റിയിട്ട് ഇതിനെ നമ്മൾ കൊണ്ടുവെക്കും. എന്താണ് വേണ്ടാത്തത് അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ഇതിനെ അങ്ങോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് വെക്കും. ഇതാണ് നാളെ മുതൽ നിങ്ങൾ ഇതാണ്. അതിനൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഫാറ്റ് റിഡക്ഷൻ. ഒബിസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, ആഗ്രഹം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഹോർമോണൽ പ്രോബ്ലംസ് ആയിരിക്കും പല. ഈ ഹോർമോണൽ പ്രോബ്ലംസിനൊക്കെ തന്നെയും നമുക്ക് ഈ രീതിയിലുള്ള ഒരു റുട്ടീൻ ചേഞ്ചിലൂടെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് നാളെ മുതൽ അവർക്ക് എന്തെങ്കിലും ബ്ലോക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നാളെ മുതൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ, ഒരു ചാർട്ട് അവർക്ക് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പിറ്റേ ദിവസം മുതൽ അങ്ങനെ തന്നെ ആയിരിക്കും. എക്സസൈസ് ചെയ്യാനായാലും എല്ലാം ലൈഫിൻ്റെ ഒരു ചേഞ്ച്. അത് ഈ എല്ലാ ഹീലിംഗ് ചെയ്ത് കഴിയുമ്പോഴും നമ്മളത് ചെയ്യാറുണ്ട്. ഞാൻ പ്രത്യേകിച്ചും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെയാണ്, അവർക്ക് ലൈഫ് ഇങ്ങനെ കിടക്കുമല്ലേ. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഗ്രഹം, ആ ആഗ്രഹത്തിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ഫ്യൂച്ചർ പേസിങ് ചെയ്ത് കൊടുക്കും. അതിലൂടെ നമുക്ക് ആ രീതിയിലുള്ളൊരു ചേഞ്ച് അവർക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാളിന് മധുരം നിർത്താനേ പറ്റുന്നില്ല. അപ്പോൾ മധുരം നിർത്താൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ ടെക്നിക്ക് എടുക്കാൻ പറ്റും. അവർക്ക് ആ റുട്ടീൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്ക് ഇങ്ങനത്തെ പല അസുഖം, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളാവാം, പലതും വരും. തുടക്കത്തിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടാവില്ല.
അപ്പം ഒരു ഡോക്ടറെ കാണാനോ ഒരു ശരിയായ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇനി കണ്ടുപോയാൽ ഇനി ജീവിതകാലം മൊത്തം ഞാൻ മരുന്ന് കഴിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാതെ നോക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ട് പലരും അറിയാതെ പഴയ പോലെ തന്നെ മധുരം കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാതെയോ ഒക്കെ പോയിട്ട് രൂക്ഷമാവുന്നൊരവസ്ഥയിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു കാര്യത്തെ പറ്റി നമ്മൾ തിരിച്ചറിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും നമ്മൾ ശരിയായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിലേക്ക് പരാജയപ്പെട്ടു പോകുന്ന ഒരുപാട് പേരെ ഞാൻ ചുറ്റുപാടും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കും ഒക്കെ ഈ ഒരു ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ നമ്മൾ ഒരു സെഷൻ അവർക്ക് അവരുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ എന്താണ്, ഇനി എന്തിലേക്കാണ് അവർക്ക് പോകേണ്ടത്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിനെ നമ്മളൊന്ന് മാറ്റിയിട്ട് മറ്റേ ഒരു ഇതിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ പലപ്പോഴും മധുരം കഴിക്കുന്ന കാര്യം പൊളിച്ച് കഴിക്കുന്നവരാണ് ഒരുപാട് പേര്. പുറമേ നോക്കുമ്പോൾ കഴിക്കുന്നുണ്ടാവില്ല, പക്ഷേ മറ്റുള്ളവരെ കാണാതെ ഒരു ക്രേവിങ് വരും. അല്ലെങ്കിൽ തന്നെ നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം. കൂടുതൽ പണ്ട് ഇല്ലാത്ത താല്പര്യം പോലും ഇപ്പം കൂടുതലായിട്ട് വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരെയൊക്കെ വളരെ വിരലെണ്ണാവുന്നവരെ കാണുകയുള്ളൂ. റിവേഴ്സ് ഡയബറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ അതിലേക്ക് വരുന്നവർ വളരെ അപൂർവമാണ്. അപ്പം അത് ഡിപ്രഷനിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനൊക്കെ ഈ പറഞ്ഞ ഹിപ്നോട്ടിക് തെറാപ്പി അല്ലെങ്കിൽ ഹിപ്നോസിസിനൊക്കെ ഒരുപാട് സഹായിക്കാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ആക്സസ് ബാർ ഹീലിംഗ് ആണെങ്കിലും ഈ NLP ആണെങ്കിലും പിന്നെ ഒരുപാട് കാര്യങ്ങൾ മാം പഠിച്ച് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് അല്ലേ? അപ്പം ആക്സസ് ബാറിലേക്ക് വരികയാണെങ്കിൽ അതിലും ഇല്ലേ ഇത്തരം ഉണ്ട്. ആക്സസ് ബാർസ് എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഒരു കാര്യമല്ല. അതൊരു എനർജിയിൽ വിശ്വസിക്കുക, യൂണിവേഴ്സൽ എനർജിയിൽ വിശ്വസിക്കുക. അല്ലെങ്കിൽ എനർജി ഉണ്ട്, നമുക്കൊരു എനർജി ഉണ്ട്. നമ്മുടെ ഒരു ഫിസിക്കൽ എനർജി അല്ലാതെ നമുക്കൊരു പ്രാണ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ചൈനീസ് ചി പിന്നെ കൊറിയൻസ് കീ എന്നൊക്കെ പറയുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, എനർജി ബോഡി. ആ എനർജി ബോഡിയിലാണ് ഈ വർക്കൊക്കെ നടക്കുന്നത്. ഈ പറയുന്ന ആക്സസ് ബാസ് ആക്സസ് കോൺഷ്യസ്നസ് ഹീലിംഗ് ആണ്. അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ് ആണ് ചേഞ്ച് വരുത്തുന്നത്. നമ്മൾ ആക്സസ് ബാസ് ഒരാളുടെ തലയിലേക്ക് നമ്മൾ ഒരു 32 പോയിൻറ്റ്സ് ഓരോരോ പോയിൻറ്റ്സിൽ കൈവെക്കുമ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ട് ഈ നമ്മൾ ആക്സസ് ചെയ്യുന്ന ആ ഒരു എനർജി അവരിലേക്കും ഒരു ആക്സസ് കൊടുക്കുകയാണ്. ആ എനർജി അവരുടെ ബോഡിയിൽ പോകുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഷിഫ്റ്റാണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ചേഞ്ചാണ് കേട്ടോ. അത് പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുന്നത്. ചിലർക്കൊക്കെ ഭയങ്കര മാറ്റമാണ്. അത് ഈ പറഞ്ഞ പോലെ എത്ര അവർ അക്സെപ്റ്റ് ചെയ്യുന്നു അത്രയും മാറ്റം അവർക്കുണ്ടാവും. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മറ്റ് എനർജി ഹീലിങ്ങുകൾക്ക് കുറേ പ്രിപ്പറേഷൻസ്, നമ്മുടെ നെഗറ്റീവ് എനർജി മാറ്റണം, മെഡിറ്റേഷൻ, അങ്ങനെ കുറേ ഇതുണ്ടല്ലോ. അതൊന്നും ഈ ആക്സസ് ബാസിൻ്റെ ഇതിൽ ആവശ്യമില്ല. നമ്മളൊരു പ്രാവശ്യം അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഈസി ആയിട്ട് പറ്റും. ആക്സസ് ബാസിൽ കൂടെ അതിൻ്റെ ഒരു ഹയർ ലെവലിലുള്ള അഡ്വാൻസ് ലെവലിലുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്, കുറേ ടൂൾസ് ഉണ്ട്. അതിൽ കൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആക്സസ് എനർജറ്റിക് ഫേസ് ലിഫ്റ്റ് എന്ന് പറയും. അതിൽ ഫേസ് ലിഫ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അല്ല, ഫേസ് ലിഫ്റ്റ് എന്നാണ് പേരെങ്കിലും അത് ഫേസിൻ്റെ ലിഫ്റ്റ് അല്ല, നമ്മുടെ സൗന്ദര്യം അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും ഒരു രോഗം, നമ്മൾ ഈ ഫേസ് ലിഫ്റ്റിൻ്റെ ഒരു തെറാപ്പി ഒരു സെഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും നമ്മളറിയാത്തൊരു രോഗം ഉണ്ടെങ്കിൽ പോലും, എനിക്ക് അനുഭവത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, അപ്പോൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്നൊരു ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം, അത് ഹീൽ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിലപ്പോൾ ഇൻസൈഡ് നമുക്ക് പല അസുഖങ്ങളുണ്ടാവുമല്ലോ, നമ്മൾ പോലും അറിയാത്ത കുറേ അസുഖങ്ങൾ, അതുപോലും പെട്ടെന്ന് നമുക്കൊന്ന് റിയലൈസ് ആവുകയും അതൊരു ഹീലിങ്ങിലേക്കുള്ളൊരു വഴി ഒന്നുകിൽ ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ വേറെ പുറത്തു പോയി നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നൊരു കുറച്ച് പ്രായമുള്ള ആളാണ്. ഒത്തിരി ഭയങ്കര ക്ഷീണം. അപ്പോൾ ഒരു പ്രാവശ്യം അവരുടെ മകൾക്കറിയാം, അതൊന്നും ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തു, ഫേസ് ലിഫ്റ്റ് ചെയ്തു. ആ ദിവസം അദ്ദേഹം ഉറങ്ങുന്നൊന്നുമില്ല, ഭയങ്കര ഡിസ്റ്റർബൻസും ഭയങ്കര ചുമയൊക്കെയാണ് പുള്ളിക്ക്. എന്നിട്ട് പിറ്റേ ദിവസം ഭയങ്കര റെസ്റ്റ്ലെസ്സായി. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പുള്ളി ഭയങ്കര റെസ്റ്റ്ലെസ്സായി. രാത്രി ആയപ്പോൾ ശ്വാസം എടുക്കാൻ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പം അവർ ഡയഗ്നോസ് ചെയ്തു പുള്ളിക്ക് ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്തതിന് ശേഷമല്ലേ. എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ പുള്ളിയുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു അവസരം പെട്ടെന്നുണ്ടായി. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ 1-2 വർഷത്തിനുള്ളിൽ മരിച്ചു. 1-2 വർഷമല്ല, 1 വർഷത്തിനുള്ളിൽ, കാരണം അത്ര പ്രായമൊക്കെ ഉണ്ടായിരുന്നു, മരിച്ചു. അതേപോലത്തെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതെ, ആ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ബോഡി നമ്മുടെ പെട്ടെന്നൊരു ലിഫ്റ്റിംഗ്, അതായത് ഇമ്മ്യൂണിറ്റി പവർ കൂടുക,
നമ്മുടെ ശരീരത്തിൻ്റെ ബലം കൂടുക, അങ്ങനത്തെ ആ ഒരു ലിഫ്റ്റിംഗ് പെട്ടെന്നുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് പല അസുഖങ്ങളും പല ഒട്ടും മാറാത്ത മെഡിക്കൽ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ കണ്ണിൻ്റെ കാഴ്ച, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ടല്ലോ, മെഡിക്കൽ കണ്ടീഷൻസ് കുറേ നാളായിട്ട് നിൽക്കുന്ന, അതൊക്കെ മാറുന്നുണ്ട്. അതിപ്പം നമ്മൾ എന്താണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മുടെ അതിൻ്റെ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ച് എന്താണ് വരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ ഇതൊരു എല്ലാം ഒരു എനർജിയിൽ കൂടെ ഉള്ളൊരു ഫീലിംഗ് ആണ്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഒത്തിരിയും കോമൺ ആയിട്ട് കാണുന്നത് എൻഡൈറ്റീസ് അല്ലേ, അവരെ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പം അതായത് നമ്മൾ കൂടോത്രം പോലെ അല്ലേ ബാധാദോഷങ്ങൾ അതൊക്കെ മാറ്റുന്നതൊക്കെ ഈ ആക്സസ് ബാർ വഴി മാം ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ ചെയ്തു. അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ എങ്ങനെയാണ്? അത് ഞാനൊരു ടെസ്റ്റ് മോണിലൊക്കെ അന്ന് കണ്ടില്ലേ, ഒരമ്മ, പ്രായമുള്ളൊരമ്മ, അവരിങ്ങനെ കാണുകയാണ് എന്തൊക്കെയോ ദുഷ്ട ശക്തികൾ വന്നിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു. അത് നമ്മളിപ്പോൾ ഒരു എന്താ മെഡിക്കൽ സയൻസിൽ ഇത് പറയുകയാണെങ്കിൽ അത് ഡെലൂഷൻ, ഹാലുസിനേഷൻ എന്നുള്ളൊരു കുറച്ച് പ്രായമുള്ളവർക്ക് വരുന്നതാണ് എന്നുള്ള ഇതിലൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷേ അതിന് ഞാൻ ക്ലിയറിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, വീട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്തത്, ഡിസ്റ്റൻ്റായിട്ട് ചെയ്തത്. കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറി, അവർ നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങി. എത്രയോ നാളായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരുന്നൊരു പ്രശ്നമാണ്. ഇതിലേക്കെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അറിയാതെ അങ്ങ് വരികയായിരുന്നു, അല്ലാതെ അത് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. അപ്പം കുറേ പേരിങ്ങനെ എന്നെ വിളിച്ചിങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്നിട്ട് ഡിസ്റ്റൻ്റായിട്ട് ചെയ്യും, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നു. അതും താങ്ക് ഗോഡ്. അത് ആ ഒരു കഴിവുണ്ട്. മാമിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യോ? അത് കുറച്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നെഗറ്റീവ് എഫക്ട്സ് എന്ന് പറയാൻ വേണ്ടി അങ്ങനല്ല, എന്നാലും ഈ എനർജീസിൻ്റെ ഇത് പറയുമ്പം ഒരു ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നോ വിട്ടു പോകുമ്പം അവർക്ക് വിട്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ, താല്പര്യമില്ലാത്തതിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുമല്ലോ. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് നമ്മുടെ എനർജി അതെങ്ങനെയായാലും, നമ്മുടെ മെഡിറ്റേഷൻ ചെയ്തിട്ടായാലും, നമ്മുടെ സൽക്കർമ്മങ്ങളുണ്ടായാലും, അല്ലെങ്കിൽ നമ്മൾ ദാനം ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആക്സസ് ബാസ് തന്നെ നമ്മൾ സെൽഫായിട്ടും ചെയ്യാം, ഡെയിലി ചെയ്യാം. അങ്ങനത്തെ എനർജി, നമ്മുടെ എനർജി നമ്മൾ പോസിറ്റീവ് ആക്കി വെക്കുക. അപ്പോൾ ഇതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. അല്ല, എന്നാലും അങ്ങനെ എൻഡൈറ്റീസിനെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ അങ്ങനെ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ പണ്ട് നമുക്ക് വിശ്വാസം, പക്ഷേ ഇത് നേരിട്ട് അനുഭവിക്കുമ്പോൾ ഉള്ള വിശ്വാസം മാറിയിട്ടുണ്ടാവും. നമ്മൾ വിശ്വാസം ഇല്ലാത്തൊരു മേഖലയിൽ നിന്ന് വിശ്വാസം ഉള്ള രീതിയിലേക്ക് വരുമ്പോഴത്തേക്കുവേ ആ വ്യക്തിക്ക് വരുന്ന മാറ്റം, അല്ലെങ്കിൽ നമുക്കും ഉണ്ടാവുന്ന വിശ്വാസത്തിൻ്റെ മാറ്റം, ഇതൊക്കെ മാം അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിത് ചെയ്യുമ്പോൾ ഇവർക്കിത് മാറിക്കഴിഞ്ഞിട്ട് അവരുടെ എന്തെങ്കിലും ബ്ലോക്കൊക്കെ അവർക്കുണ്ടാവുമല്ലോ ലൈഫിൽ, അതൊക്കെ പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ശാരീരിക പ്രശ്നങ്ങളായാലും മാനസിക പ്രശ്നങ്ങളായാലും, പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ശരിക്കും അവർ കാണുവാണ് ഇങ്ങനത്തെ ആ രൂപങ്ങളൊക്കെ അവർ പറയും. അത് നമ്മളിപ്പോൾ അവർ അറിയാതെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അറിയാതെ അതൊരു ഒന്നും അല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ എനർജീസ് ഉണ്ട്, അതിനെ നമ്മൾ ക്ലിയർ ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അവർ കാണുന്നത് തന്നെയാണ് നമ്മളും കാണുന്നത്. പിന്നെ നമ്മളത് ചോദിക്കും, ഇങ്ങനെയാണോ അങ്ങനെയാണോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ അതാണെന്ന് പറയും. അത് എത്രയൊക്കെ മാറിയെന്ന് വരെ നമുക്ക് കാണാൻ പറ്റും, എന്തൊക്കെ പോയിന്ന് വരെ നമുക്കതൊന്ന് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു പിക്ചർ കാണുന്ന പോലെ. ഇല്ല, ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഉള്ളിലല്ലേ കാണുന്നത്, റെക്കോർഡല്ല. അല്ല, നമ്മൾ ഇവിടെ ഈ പ്രോസസ്സ് ചെയ്യുന്നത് ഇല്ല, പ്രോസസ്സ് ചെയ്യുന്ന ആൾ ഡിസ്റ്റൻറ്റിലാണല്ലോ. ഡിസ്റ്റൻറ്റിൽ അല്ലാതെ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഒരാൾക്ക് അസുഖം, ഇപ്പോൾ എക്സിമ പോലത്തെ അസുഖങ്ങളൊക്കെ മാനസികമായിട്ട് ഭയങ്കര പീഡനം വരുത്തുന്നൊരു സാധനമാണ്. ഞാൻ പറഞ്ഞ ഒരു 25 വയസ്സൊക്കെ ഉള്ള കുട്ടിക്ക് 1 വയസ്സ് തൊട്ട് അവർ അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്കിന്നിന് പെൺകുട്ടികൾ ആരായാലും അവരനുഭവിക്കുന്ന ആ ഒരു മാനസിക ട്രോമ. അപ്പം അതിൽ ഞാൻ എൻറ്റിറ്റി ക്ലിയറിങ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അവരുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു നെഗറ്റീവ് എനർജി അവരുടെ ചുറ്റുമുണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ അവർക്കും ഫീൽ ചെയ്യും എന്താണ് ഈ കാണുന്നത്, അവരെന്താണ് കാണുന്നത്, ഞാൻ കാണുന്നത് അവരും കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കാണുന്നത് പിക്ചറായിട്ടാണെങ്കിലും ഒരു രൂപമില്ലല്ലോ. നമുക്ക് വീഡിയോ എടുക്കാൻ വെറുതെ നമ്മൾ തെറാപ്പി ചെയ്യുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അനുഭവങ്ങൾ പറയാൻ പറ്റും, അവർക്കുണ്ടായ അനുഭവങ്ങളും നമുക്കുണ്ടായ അനുഭവങ്ങളും.